30 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് കോൺഗ്രസ്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ലെന്ന് കെ ബാബു. തിരുവനന്തപുരത്ത് നിർണായക പോരിനെ കെ മുരളീധരൻ. കോൺഗ്രസ് പരിഗണിക്കാതെ വന്നപ്പോൾ അഖിൽ മാരാർ NDA ക്യാമ്പിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക്. വട്ടിയൂർക്കാവ്, തൃത്താല, മണലൂർ തുടങ്ങി നിർണായക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 30 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യഘട്ട പട്ടിക ഫെബ്രുവരി 25 മുമ്പ് പുറത്തിറക്കാനാണ് നേതൃത്വം നീക്കം നടത്തുന്നത്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നഷ്ടമായ പ്രധാന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. തിരുവനന്തപുരത്തെ നിർണായക സീറ്റായ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ തന്നെ മത്സര രംഗത്തിറങ്ങും. കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായി നഷ്ടമായ മണ്ഡലം മുരളീധരനിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. പാലക്കാട് ജില്ലയിലെ ശ്രദ്ധാകേന്ദ്രമായ തൃത്താലയിൽ VT ബൽറാം തന്നെ വീണ്ടും ജനവിധി തേടും. തൃശൂരിലെ മണലൂരിൽ TN പ്രതാപന്റെ പേരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവർക്ക് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതായാണ് വിവരം. പുതുയുഗ യാത്ര പൂർത്തിയായ ശേഷം മാർച്ച് 6-നാകും രണ്ടാംഘട്ട പട്ടിക പുറത്തിറക്കുക. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിന്റെ ടീം നടത്തിയ വിശദമായ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത്. വിജയ സാധ്യതയ്ക്ക് മാത്രം മുൻഗണന നൽകുന്ന രീതിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. MP-മാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വമാകും അന്തിമ തീരുമാനമെടുക്കുക. K സുധാകരനും അടൂർ പ്രകാശും നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും MP-മാർ രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് ലോക്സഭാ സീറ്റുകളെ ബാധിക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് അടൂർ പ്രകാശ് കോന്നിയിലേക്ക് മാറിയാൽ ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നത് വെല്ലുവിളിയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടെയാകും ഹൈക്കമാൻഡ് തീരുമാനം പ്രഖ്യാപിക്കുക. 7 തവണ മത്സരിച്ചപ്പോൾ 6 തവണയും വിജയിച്ച കെ ബാബു ഇത്തവണ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കി. അനാരോഗ്യം കാരണം കുറച്ചുകാലമായി മണ്ഡലത്തിലും നിയമസഭയിലും സജീവമായിരുന്നില്ല കെ ബാബു. അതേസമയം കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ബിഗ് ബോസ് താരം അഖിൽ മാരാർ NDAയുടെ ഭാഗമായ 2020യുടെ സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. കൊട്ടാരക്കരയിൽ 2020യുടെ സ്ഥാനാർത്ഥിയാകാൻ അഖിൽ മാരാർ തയ്യാറാണെന്നാണ് സൂചന. ചർച്ചകൾ നടന്നുവെന്ന് അഖിൽ വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയാണ് അഖിൽ മാരാർ. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി അടുപ്പമുണ്ട്. നേരത്തെ അഖിൽ മാരാർ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹം പ്രചരിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വത്തിനിടെ BJP ക്യാമ്പ് അഖിൽ മാരാരെ സമീപിക്കുകയായിരുന്നു. BJP നടത്തിയ സർവേയിൽ കൊട്ടാരക്കരയിൽ അഖിൽ മാരാർക്ക് വിജയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തി. തുടർന്ന് BJP ക്യാമ്പ് അഖിൽ മാരാരെ ബന്ധപ്പെട്ടെങ്കിലും BJPയിൽ ചേരാൻ വിസമ്മതിച്ചു. തുടർന്നാണ് സഖ്യകക്ഷിയായ 2020യിൽ ചേരുകയെന്ന നിർദ്ദേശമുയർന്നത്. ഇതിനോട് അഖിൽ മാരാർ അനുകൂലമായി പ്രതികരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ BJP സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നത്. എന്നാൽ അഖിലിന്റെ വിജയസാധ്യത കണക്കിലെടുത്ത് സീറ്റ് 2020ക്ക് വിട്ടു നൽകിയേക്കുമെന്നാണ് വിവരം. അതേസമയം കോൺഗ്രസിൽ സീറ്റില്ലെന്നറിഞ്ഞതോടെ VD സതീഷിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഖിൽ മാരാർ നടത്തിയ വിമർശനവും ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശവും VD സതീഷിന്റെ പ്രതികരണവും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. കാന്തപുരത്തിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ബാധിക്കേണ്ടത് രാജ്യം ഭിന്നിപ്പിക്കാൻ നോക്കി നടക്കുന്ന പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളെയാണെന്നും എന്നാൽ അവർ നിശബ്ദരാവുകയും പ്രതിപക്ഷ നേതാവ് അസ്വസ്ഥനാവുകയും ചെയ്യുന്നതാണ് താൻ കണ്ടതെന്നുമായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. എന്തിനാണ് മുസ്ലിം മതപണ്ഡിതർക്കില്ലാത്ത ആവലാതി ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവുന്നത്? തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം മതവും വർഗീയതയും ചർച്ചയാക്കുന്നതിനോട് മുൻപേ എതിരഭിപ്രായമുള്ള ആളാണ് താൻ. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ തിരികെ എത്താമെന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയമായി നല്ലതിനല്ലെന്നും അഖിൽ മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി.